അപ്പോൾ ഗൈസ് നമ്മൾ സാസ്നെറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ, ഒരു പുരാതന 19th സെഞ്ച്വറി സ്റ്റേഷനാണ്. ഇറങ്ങിയ വഴി കാണുന്ന റിയാസിൻ്റെ തലയ്ക്കപ്പുറം ബീച്ച്, വട ബീച്ച്. ഇനി ഒന്നുകൂടെ കയറിയിട്ട് ഒന്നുകൂടെ ഇറങ്ങണം. അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പഴയ പുരാതനമായ ബിൽഡിങ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തത് ഇങ്ങനെ. വാട്ട് എ ബൂട്ടി. താഴെ നോക്കിയില്ലെങ്കിൽ വീഴും. അപ്പം ബീച്ചിലേക്ക് ഓടാം. എല്ലാവരും ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. ഇവന്മാരെന്താ അങ്ങോട്ട് പോകുന്നപ്പോൾ? എന്തിട്ട് അവന് സൈക്കിൾ എടുക്കാനാണ്. ബീച്ച് എത്തിയപ്പോൾ കാറ്റേ, ജാക്കറ്റ് ഇട്ടേ. അതെ അതെ അതെ, പോകാൻ. ലെറ്റ്സ് ഗോ. 58 ഇപ്പോൾ ബസ് ഉണ്ട്. എന്നാ റിയാസ്, വണ്ടി വാ ഓട്. 58 23 അല്ലേ? എടാ ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. അത് ഫുള്ളാണോടെ വണ്ടി? ഓക്കെ. സ്കാൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് എന്തും പറഞ്ഞ് നിൽക്കുന്ന ഡോഷന്. അമ്മച്ചിമാരുടെ ഒന്നല്ലല്ലോ. ഒന്നും കാണിച്ചില്ലേ നീ? മനസ്സിലായല്ല വരാൻ പറ്റാന്ന്. റേസിന്റെ ഒരു അഹങ്കാരം കാണണേ. ടിക്കറ്റ് ഉണ്ടായിട്ട് എടുക്കാം. എടുത്തോ നീ? അയ്യോ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ബസ് പോകുന്ന വഴി നമ്മൾ ബീച്ച് റൈറ്റ് സൈഡിൽ കാണും. ഞാൻ വിൻഡോ സീറ്റ് എടുത്ത് വെറുതെ ആണോ കണ്ണാടി സോറീസ്. നമ്മൾ ലെഫ്റ്റാണ് തിരിയുന്നത്. എങ്ങനെ ബീച്ച് ചേർന്ന് പോയാൽ മതിയായിരുന്നു. ഇല്ല, അതിന് മുമ്പ് തിരിഞ്ഞ. അല്ലല്ല, അതാണ് ബീച്ച്. അവിടെ ഈ ഹോട്ടലിലൊക്കെ വിലക്കുറവായിരുന്നാണ്. ഇവിടുത്തെ പണ്ടത്തെ പീക്ക് റൂഗൻ ഹോട്ടൽ. റേഞ്ച് ആയാലും Nächste Haltestelle Sassnitz Hauptstraße. സ്കൂൾ ബസ്സാണുള്ളത്.
പറഞ്ഞാൽ ബീച്ചാണ്, അല്ല സീ ആണല്ലേ. ഓക്കെ, സർഫസിൽ കൂടെ പോകുന്നു. ഓ ഷിറ്റ്, ഓ വാ, ഓ വാ. മയില് ആ സൈഡ് ഇരുന്നാൽ മതിയായിരുന്നു. ഒന്നുകൂടെ തിരിയുന്നുണ്ട്, ഇപ്പൊ വരും. മീൻ മാർക്കറ്റ്, കപ്പൽ. ഇവിടെ ആയിരിക്കുമല്ലോ എല്ലാവരും ഇറങ്ങുന്നത്. ഇവിടെ ഒരു വലിയ കട, പഴയ വലിയ മാളം തോന്നുന്നു. ഞങ്ങളുടെയൊക്കെ കൊനെക്സ് ടൂൾ. ഓ മോനെ, റൈഡേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ തണുത്ത കാറ്റും കടലും ഇത്രയേ ഉള്ളൂ. നമുക്ക് വർക്കല വൈബ് പിടിക്കണ്ടേ. ക്ലിഫ്, ഇവിടെ ഷിപ്പ് റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ബോട്ടിൽ കയറിയാൽ റൈഡ് ഇങ്ങനെ പോകും. കുട്ടർ ഫിഷ്. ബ്രിഡ്ജിന്റെ പടം കണ്ടോ? മീനിന്റെ മണമൊന്നും വരുന്നില്ല. നമ്മുടെ നാട്ടിലായിരുന്നു ഇതിനെ അടുത്തെത്തിയാൽ മതി, മീൻ മണം എത്തിയാണ്. അല്ല തുറന്നപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ആ പ്രദേശത്ത് കാറിൻ്റെ അകത്തിരുന്നാലും AC ഇട്ടിരുന്നാലും അതിൻ്റെ മണം വരും. അതൊക്കെ ഇവിടെയുള്ള സ്ഥലമൊന്നും ഉണ്ട്. സാസിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടോ? അതിവിടെ ഹാർബറാണ്. അതൊക്കെ പിന്നെ നല്ല വെയിലുള്ളപ്പോഴാ ഭംഗി ഉണ്ടാവുള്ളൂ എന്നാണ്. തിരിച്ചു വരുമ്പോ നമുക്ക് സൺസെറ്റ് എന്തായാലും ക്ലൗഡ്സിന് താഴെ വരില്ലേ? അല്ല അപ്പോഴും ക്ലൗഡ് ഉണ്ടാവുമല്ലോ അല്ലേ? അറ്റ്ലീസ്റ്റ് മഴയില്ലല്ലോ. 9:27 ടൈം സമയം. ഇതെങ്ങടാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്? നിർത്തുകയാണ് ഇവിടെ. വളച്ചെടുക്കാൻ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് വിളിക്ക് വളയ്ക്കാൻ പറ്റും. ബ്രിഡ്ജല്ല, മറ്റേ ഇതല്ലേ ഫെയർസ് വ്യൂ. എന്നിട്ട് വേണം നീ പേടിച്ച് പിറച്ച് മുള്ളി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ മൊത്തം വയസ്സായവരുണ്ടോ? കുറച്ച് പിള്ളേരും, ഒരു 70% വയസ്സായവർ. കണ്ടില്ല എന്തോരം വയസ്സായവരാ.
ഓ ഇവിടെ നിന്ന് നൈസ് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വെയിലേ ഇല്ല. നമ്മുടെ നാട്ടിലെ കപ്പലൊക്കെ പോലെ തന്നെ അല്ലേ? ഇവിടെ അല്ലേ? പിന്നെ മീൻ പിടിക്കാൻ പോയൊക്കെ വരും ബാക്കിയുള്ളത്. മഴ പെയ്യുമ്പോ കണ്ടല്ലേ കൂടുതൽ മീൻ മുകളിലേക്ക് വരുന്ന, അങ്ങനെ കണ്ടില്ലേ? മഴ പെയ്യുമ്പോ മീൻ മുകളിലേക്ക് വരില്ലേ? നമ്മള് തുപ്പിയിടുമ്പോ മീൻ വന്ന് കൊത്തൂല, അതുപോലെ മഴത്തുള്ളി വീഴുമ്പോ അത് കണ്ടിട്ട് അറിയില്ല. നമുക്ക് അതുപോലത്തെ ഒരു പച്ച ബോട്ടില്ല, മറ്റേ കമ്മ്യൂണിസ്റ്റ് ചുമപ്പ് ഫ്ലാഗ് വെച്ചേക്കണ അവിടെ താഴെ വെക്കടാ. ഇതേ അവിടെ ചെറുത് അതൊരെണ്ണം കിട്ടിയിട്ട് നമ്മളങ്ങോട്ട് പോകണം. ചത്ത വയനെ കയറും. അതെ, ഒരൊറ്റ പോക്കായി. നമ്മുടെ കൂട്ടത്തിൽ ആർക്കും നീന്താ അറിയില്ല, അറിയോ? നമുക്കറിയില്ല. പറ്റും പറ്റും. ലൈഫ് ജാക്കറ്റ് ഇട്ടാ പറ്റും. ലൈഫ് ജാക്കറ്റ് ഇട്ടാ ഞാൻ ഇവിടെ കരയിലെത്തും. പക്ഷേ നീന്തും. വെള്ളത്തിന്റെ തണുപ്പ് കാരണം നമ്മുടെ ബോഡി അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ തണുത്ത് വന്ന് ന്യൂമോണിയ വന്ന് എത്തും. ഞാൻ നീന്തുമല്ലോ, എനിക്ക് നീന്താൻ അറിയാലോ. ബ്രീത്തിങ് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷയം. വെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ, പിന്നെ നീന്തും. നടുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി ദൂരം. ഇത് സിമുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളത്തിനുള്ളിൽ എത്ര നേരം ഇയാൾക്ക് നിൽക്കാൻ പറ്റും. 10 മിനിറ്റ് എത്ര? അത് ഭയങ്കര ഐസി കോൾഡ് വാട്ടറാണ്. അത്ര ഇല്ല. ഷോറാവുമ്പോഴല്ലേ, ഷോറാവുമ്പോൾ തണുപ്പ് കുറയും. പക്ഷെ അങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ പക്ഷെ ഐസി വാട്ടർ ഒന്നുമില്ല. ഐസ്ബർഗ് കാണുന്നുണ്ട് നീ അവിടെ? ആ, ഇതേടാ ടവർ. ദൂരെ കാണുന്ന പച്ചയാണ് ടവർ. അപ്പൊ വേണമെങ്കിൽ വൈകുന്നേരം വന്നിട്ട് നമുക്ക് അങ്ങടേക്ക് വെച്ച് പിടിച്ച് നടന്നാലോ? അല്ലല്ല, ഡെൻമാർക്ക് വേണ്ട, നമുക്ക് ആ ടവർ വരെ അടക്കാം. ഈ വയസ്സിൽ തന്നവരെ ഓടിക്കണ്ട വണ്ടി. മലയാളികൾ ഇവിടെ. യല്ല, മറ്റേ മാപ്പ് നോക്കിയിട്ട് പോവാ. എടാ ഈ ബസ് വല്ലതും കയറണോ? എങ്ങനെയാ? ഓ അതാണല്ലോ മാപ്പ്. അതോ ഓക്കേ, നമ്മളിപ്പോ നമ്മളിവിടെയാണ്. പിന്നെ എന്തായാലും ഇത് പണിത് വെച്ച വെറുതെ ആയിരിക്കില്ലല്ലോ. ടിക്കറ്റ്സ്, ഡോഗ് ബാറ്, കയറാം. നമ്മളിങ്ങനെ പോയിട്ട് ഇത് ഇതേ കടല്. ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങടേക്ക് പോകാൻ പറ്റൂല. ഈ വഴി